അടുത്ത വർഷം നിങ്ങൾ വരുന്നതിന് മുൻപ് എല്ലാ ആടുകളെയും ഞാൻ ഭക്ഷണമാക്കും. എല്ലുകളും മറ്റും പൊടിച്ച് വൃക്ഷത്തിന് വളമായി ഇട്ടുകൊടുക്കും. അത് ആട് എന്ന വസ്തുവിൽ നിന്നും മുഴുവനായും മറ്റൊരു വസ്തുവായി മാറിയാൽ എങ്ങനെ കണ്ടുപിടിക്കും? സയൻസ് വഴി പറഞ്ഞാൽ ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയിൽ ഇടിക്കുകയും ഭൂമി വാസയോഗ്യമല്ലാതാവുകയും ഇടിയുടെ ആഘാതത്തിൽ ഭ്രമണപഥം മാറി 1 വർഷം കൊണ്ട് ഭൂമി സൂര്യനിൽ പതിച്ചാൽ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചതിന് തെളിവുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി മറ്റൊരു ഗാലക്സിയുമായി ചേരുമ്പോൾ നാം കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ അറിവ്, നാം നിൽക്കുന്ന ഗാലക്സി എന്നതിനുള്ള അറിവ് എന്തെങ്കിലും ഉണ്ടാകുമോ? എല്ലാ അറിവും പരിമിതമായെന്ന്, അതായത് വസ്തു നിലകൊള്ളുന്നതോ മറ്റൊരു വസ്തുവായി മാറുന്നത് വരെയോ മാത്രമാണ് വിവരം നിലനിൽക്കൂ. കൂടുതൽ സങ്കീർണമായ ജീവികളോ സാഹചര്യങ്ങളിലോ ഉള്ള വിവരങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഈ സമൂഹത്തിൽ വൃദ്ധൻ എന്ന വിവരം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകും. എന്നാൽ ഇവിടെ ജീവിച്ചിരുന്നു മനുഷ്യൻ എന്ന വിവരം അത് ആവശ്യമുള്ള ആളുകളുടെയോ സ്ഥാപനത്തിൻ്റെയോ രേഖകളിൽ കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കും. പിന്നെ അവിടെ നിന്നും ഇല്ലാതാകും. വിവരങ്ങൾ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനാണ്, അല്ലാതെ അത് യാഥാർത്ഥ്യമായത് കൊണ്ടല്ല. യാഥാർത്ഥ്യമായത് ചിലപ്പോൾ വിശ്വാസയോഗ്യമാകണമെന്നില്ല. നമുക്കുള്ള ആവശ്യങ്ങൾ പോലെ നമുക്ക് പരിമിതികളുണ്ട്. നമുക്കെല്ലാവർക്കും എല്ലാത്തിൻ്റെയും കഴിഞ്ഞ കാലത്ത് നടക്കാൻ പോകുന്നത് പറയാൻ കഴിയില്ല. എന്നാൽ നാളെ എന്താകുമെന്ന് നമ്മുടെ പ്രവചനം മാത്രമാണ്. അത് യാഥാർത്ഥ്യമായി നടക്കണമെന്ന് ആവശ്യമില്ല. നാളെ ഒരു അന്യഗ്രഹ ജീവികൾ വഴിയോ ഉൽക്കകൾ വഴിയോ രോഗങ്ങൾ വഴിയോ നാം നശിക്കുമായിരിക്കും. അല്ലെങ്കിൽ നാം കാണുന്ന ലോകത്തെ ആദ്യ ബുദ്ധിയുള്ള ജീവിവർഗമായി എല്ലാം വെട്ടിപ്പിടിക്കുമായിരിക്കും. ഒരു വസ്തു ഭൗതികമായുള്ളത് കൊണ്ട് അത് വിശ്വാസയോഗ്യമാകണം എന്നില്ല. അതിന് തെളിവുകൾ വേണം. ആ വസ്തുവിന് പ്രധാനമുള്ളത് എന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നാം യാഥാർത്ഥ്യത്തെ കാണണം, മനസ്സിലാക്കണം എന്ന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതും ഉപകരിക്കുന്നതുമായ നാം തേടുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വർഷം നിങ്ങൾ ഇവിടെ ആടുണ്ടോ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുമോ? ഇല്ല, കാരണം ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് കറുത്ത നിറമുള്ള ആടിനെ കണ്ടു എന്നും അയാൾ വിശ്വസിക്കാതിരിക്കുകയും തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയുമായാൽ നിങ്ങൾ ആട് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ശ്രമിക്കും. പക്ഷെ കഴിയില്ല. കാരണം ആട് ഒരു യഥാർത്ഥ മൃഗമാകുന്നത് സാഹചര്യം, സന്ദർഭം കൊണ്ടാണ്. ആടിനുള്ളിലെ എല്ലാ കണങ്ങളും മറ്റു വസ്തുവായി മാറാം. ഇപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞു എന്നായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വസ്തു യാഥാർത്ഥ്യമാകണമെങ്കിൽ തെളിവുകൾ ഇല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്നില്ല. തെളിവുകൾ സന്ദർഭമനുസരിച്ച് വാക്കുകളുമാകാം.